ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമുക്ക് പറയാൻ പറ്റുന്ന ഒരവസ്ഥ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്ക് സംഭവിച്ചിട്ടുണ്ടാകും, നമ്മുടെ കൂട്ടുകാരായ പലർക്കും സംഭവിച്ചിട്ടുണ്ടാകും. എന്താ സംഭവം എന്ന് വെച്ചാൽ, നമ്മളൊരാവശ്യം വന്നപ്പോൾ സുഹൃത്തുക്കൾക്ക് കടം കൊടുത്തിട്ടുണ്ടാകും. എന്നിട്ട് നമ്മൾ ആ ഒരു പൈസ തിരിച്ചു ചോദിക്കേണ്ട സമയത്ത് അവർ ഒഴിഞ്ഞു കളിക്കും. നമ്മൾ ഒരു പക്ഷേ ഭിക്ഷക്കാരൻ പോലും തിരികെ യാചിച്ചിട്ടുണ്ടാവില്ല ആ പൈസ. അതുപോലെ ഞാൻ ചാവുന്നില്ലല്ലോ, ഞാൻ എങ്ങോട്ടും പോണില്ലല്ലോ, ഇതുപോലത്തെ ഡയലോഗുകളൊക്കെ ആയിരിക്കും അവർ ആ പൈസ വാങ്ങിച്ച ശേഷം നമ്മളോട് പറയുക. ഒരു പക്ഷേ നമ്മളെവിടെന്നെങ്കിലും ലോൺ എടുത്ത് അല്ലെങ്കിൽ നമ്മുടെ പല സന്തോഷങ്ങളും വേണ്ട എന്ന് വെച്ച് അങ്ങനെയായിരിക്കും നമ്മൾ ആ പൈസ ഉണ്ടാകുക. നമ്മളത് തിരിച്ചു ചോദിക്കുമ്പോൾ ഇപ്പോൾ ലോൺ എടുത്ത ആൾക്കാരെ സംബന്ധിച്ചാണെങ്കിൽ ഒരു ദിവസം തെറ്റിക്കഴിഞ്ഞാൽ ബോണസ് ചാർജ് വരും. അതുപോലെ നമ്മുടെ സന്തോഷങ്ങളൊക്കെ ആണെങ്കിൽ നമുക്കൊരാവശ്യം വരുമ്പോൾ ഇത് തിരിച്ചു ചോദിക്കുന്ന സമയത്ത് നമ്മൾ അതിനെക്കുറിച്ച് ഓർത്ത് നമ്മളുടെ മനസ്സ് നീറുന്നതിൻ്റെ പകുതി പോലും അവർക്ക് തരും. കാരണം അവർക്കത് തിരിച്ച് തരണമെന്നുള്ള വിചാരം പോലും മനസ്സിലുണ്ടാവില്ല. അതുകൊണ്ട് സുഹൃത്തിന് പൈസ കൊടുക്കുമ്പോൾ എപ്പോഴും സുഹൃത്തായിരിക്കട്ടെ. ചിലപ്പോൾ ആ ഒരു സമയത്തേക്ക് നമുക്ക് അവർക്ക് നമ്മളോട് ദേഷ്യമോ വിദ്വേഷമോ കാര്യങ്ങളൊക്കെ തോന്നും. പക്ഷെ അത് കഴിയുമ്പോൾ നമ്മൾ ആ ചെയ്ത തീരുമാനം നല്ലതായിരുന്നു എന്ന് നമുക്ക് തോന്നും.